എന്റെ വേഷം കണ്ട ആരും ഞെട്ടണ്ട കേട്ടോ. ഈ കൂറ വേഷം കണ്ട് ആരും ഞെട്ടരുത്. കനത്താനായിരുന്നു ഇപ്പൊ ലമ്മയുടെ ഒരു അവസ്ഥയെ. നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ കക്ക പറയുന്ന ആളെ? കക്ക പറയുന്ന ആള് താഴെയുണ്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തോന്ന് വെച്ചാല് നിങ്ങൾക്കറിയാം, ഞാൻ ലാസ്റ്റ് ആയിട്ട് വീഡിയോ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ദിവസമായി ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് വായിലും വരുന്നില്ല ഒന്നും. അപ്പൊ ഗൈസ്, ഈ വീഡിയോ എന്തിനെ കുറിച്ചെന്ന് വെച്ചാല് ഞാൻ ലാസ്റ്റ് ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡെക്കറേഷൻ ആയിരുന്നു. ഞാൻ ഔട്ട് സൈഡിൽ കൊടുത്തിട്ടില്ല, ഞാനാണ് എല്ലാം സെറ്റ് ചെയ്തത്. വിച്ച് മീൻസ് ഹെൽപ്പ് ചെയ്യുന്ന ആളുണ്ടായിരുന്നു. മൊത്തം ഞാനൊന്നും പറയില്ല, പ്ലാനിങ്ങും ഒക്കെ ഞാനായിരുന്നു ചെയ്തത്. ഹെൽപ്പിന് കസിൻസും ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബർത്ത്ഡേ ഡെക്കറേഷൻ എങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് റേറ്റും കാര്യങ്ങൾ എന്നുള്ളതൊക്കെ, പിന്നെ ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനായിരുന്നു ഈ ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞ് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എൻ്റെ കോലം കണ്ടില്ലേ? ന്യൂ മോമിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്. ഞാൻ എത്ര റെഡിയായി വന്നിരുന്നാലും റെഡിയായി ഇരുന്നാലും നമ്മുടെ മുടി പിടിച്ച് വലിക്കാനും തുണി പിടിച്ച് വലിക്കാനും ആൾക്കാരുള്ളപ്പോൾ പിന്നെ എന്ത് വെറുതെ റെഡിയായി ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കണം അല്ലേ? അപ്പൊ ചെയ്തിട്ട് പോയ ഡെക്കറേഷൻ മൊത്തവും പോയി. നോക്കിക്കേ, ഇനി ഒന്ന് തുടങ്ങണം. അയ്യോ, ഈ ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഡെക്കറേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്താലേ 4 ചുറ്റിലുള്ള ആൾക്കാർക്ക് നിന്ന് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്ത ഡെക്കറേഷൻ. സ്ഥലം ഇച്ചിരി ഉള്ളൂ, എന്നാലും ഇതാണ് കറക്റ്റ് സ്പോട്ട്. അപ്പോൾ ഈ ഡെക്കറേഷൻ ചെയ്യുന്നത് ആരൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ അനിയത്തി. ഇത് കല്യാണത്തിൻ്റെ 2 ദിവസത്തിന് മുമ്പ് ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് എൻ്റെ അനിയത്തി, മറ്റേത് അടുത്ത് 2 നിൽക്കുന്നത് മാമിൻ്റെ 2 മക്കൾ, ഹസ്ബൻഡ് മാമിൻ്റെ 2 മക്കൾ. അങ്ങനെ ഇത്രയും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ. ഇതൊക്കെ ചെയ്ത് ഞങ്ങളുടെ ഒരു അവസ്ഥ കാണണ്ടേ, കാണിച്ചുതരാം. സോ ഞങ്ങളുടെ കോലം ഇതാണ്. ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ടൈം നോക്കിയിട്ട് ടൈം ഇപ്പോൾ എത്ര മണിയായിരിക്കും? ടൈം നോക്കട്ടെ. 9:48 ടൈം. സോ ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ 9:48 വീട്ടിൽ പോകണം. വീട്ടിൽ വെച്ചിട്ട് അച്ചു ഫേഷ്യൽ ചെയ്ത് തരും. ഫേഷ്യൽ ചെയ്തതിന് ശേഷം ഹസ്ബൻഡ് വരുന്നു, കെട്ടിയവൻ വരുന്നു. കെട്ടിയവനെ വിളിക്കാൻ പോകണം. കെട്ടിയ എത്ര മണിക്ക് വരും? രാത്രിയിൽ 2:45 ഫ്ലൈറ്റ്. 3 മണിക്ക് അവിടെ നിൽക്കണം. അതാണ് ഉറങ്ങുമോ ചെയ്തു അറിയില്ല. ഇയാളെ ഇനി വീട്ടിൽ കൊണ്ടുപോകണം. കൊണ്ടുപോയി അവിടെ കിടന്ന് ഉറങ്ങണം, ഫേഷ്യൽ ചെയ്യണം. ഒത്തിരി പണികളുണ്ട്. എന്താവോ എന്തോ നോക്കാം. എന്തായാലും ഡെക്കറേഷൻ ഇത്രയായി. ഞാൻ വിചാരിച്ചു, പുറത്ത് ചോദിച്ചപ്പോഴേ 7,000 പറഞ്ഞു ഡെക്കറേഷന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ പുറത്ത് ചെയ്യേണ്ടത് നമുക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ ഇറങ്ങി തിരിച്ചത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഹെൽത്തും കൂടെ സപ്പോർട്ടിന് ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. എന്നെ കൊണ്ട് ഒട്ടും വയ്യ. പിന്നെ കോലം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വൃത്തികേടായിരിക്കും, ഒരു പഴുത്തിരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ 2 മണിക്കൂർ വന്ന് ചെയ്തു. ഇന്ന് നമ്മൾ 8 മണിക്ക് വന്നു. ഇപ്പോൾ 9:48. പിന്നെ നാളെ ഇനി മോർണിംഗ് ഫുള്ളായിട്ട് ബലൂണും കൂടെ വയ്ക്കും. ഉമ്മ തന്നെ മാറ്റി ഇതെല്ലാം സ്ട്രോങ് ഉമ്മ എന്നെ കിട്ടിയത്. അപ്പം നമ്മൾ ബലൂണെല്ലാം നാളെ വെക്കും. ബാക്കിയുള്ളത് നാളെ കാണിച്ചു കേട്ടോ വീഡിയോയിൽ. അവിടെ ഞങ്ങൾ ഡെക്കറേഷൻ സെറ്റാക്കിയതിന് ശേഷം വീട്ടിൽ വന്ന് ഉടനെ തന്നെ കുഞ്ഞിനെ ഉറക്കിയിട്ട് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും മേക്കപ്പ് പഠിച്ചിരിക്കുന്ന ഒരാൾ നമ്മളെ വീട്ടിൽ ഇരിക്കുന്നത് നല്ല ഉപകാരമാണ്. കാശ് കൊടുത്തൊന്നും ചെയ്യേണ്ടല്ലോ, കിറ്റ് മാത്രം വാങ്ങി കൊടുത്താൽ മതി. എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ എവിടെയെന്ന് ചോദിച്ചാൽ, ഓഫ്കോഴ്സ് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കല്യാണ പെണ്ണാണ്, അവളെ ഫേഷ്യൽ അവൾ പുറത്ത് പോയി ചെയ്തു. ഇപ്പം എൻ്റെ ഫേഷ്യൽ എനിക്ക് ചെയ്തു തരണ്ടേ? ഞാൻ കിറ്റ് വാങ്ങിച്ചു, അവൾ ചെയ്തു.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിലോട്ട് തിരിച്ചു. ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ട് പോലുമില്ല. ഇപ്പോൾ വന്നിട്ടുള്ളത് ആരാ കൂട്ടാനാ? ഹസ്ബൻഡിനെ വിളിക്കാനാണ്. ഇതിന് മുമ്പൊരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും, അതെൻ്റെ അച്ഛനെ വിളിക്കാനായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡിനെ കൂട്ടാനാണ്. കാരണം ഇന്നാണ് ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ ഫങ്ഷനാക്ക് നിൽക്കണ്ടേ, അതിനായിരുന്നു. എങ്കിൽ പിന്നെ ബാ നമുക്ക് കാണാം. ബാക്കി എൻ്റെ നാണം കെടുത്തിയത് അങ്ങനെ നിങ്ങളെ കേട്ട് ചോദിക്കണ്ട. വീട്ടിൽ വന്ന പാടെ തന്നെ ഓരോ റെസ്റ്റും കൂടാതെ വീണ്ടും ഞങ്ങൾ ഡെക്കറേഷൻ ആരംഭിച്ചത്. ബിക്കോസ് ഇന്നാണ് ബർത്ത്ഡേ ഫംഗ്ഷൻ. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. സൂപ്പർവൈസർ ചെയറിലിരിപ്പുണ്ട്. ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കല്യാണ പെണ്ണാണിത്. 2 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്. കല്യാണ പെണ്ണും പിന്നെ കുഞ്ഞിൻ്റെ അച്ഛനും കൂടെ ചേർന്ന് ബലൂൺ ഊതുന്നു, കസിൻസ് ബലൂൺ കെട്ടുന്നു. ഒരുപാട് നീണ്ടുപോയ വീഡിയോ ബോറാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 കാണാം.